ുകയും ആ പുഷ്പമേ എന്നാരംഭിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ആരംഭവും അവസാനവും നമുക്ക് വീണപൂവിൽ കാണാം. ഈ സവിശേഷമായ പ്രാരംഭത്തിൻ്റെയും പരിസമാപ്തിയുടെയും ഉള്ളിൽ ഒരുപക്ഷെ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വലിയ വലിയ ചോദ്യങ്ങളെയും അതിനോട് തനിക്കുള്ള പ്രതികരണങ്ങളെയും ഒക്കെ ആശാൻ കൂട്ടിയിണക്കിയിരിക്കുന്നു എന്ന് കാണുകയും ചെയ്യാം. ആ കവിതയിൽ ഒരുപക്ഷെ ആശാന്റെ കാവ്യഭാവന ഏറ്റവും ഒടുവിൽ ആശ്ലേഷിക്കാൻ ശ്രമിച്ച ബൗദ്ധമായ സാഹോദര്യ കൽപ്പനയുടെ ബിംബങ്ങൾ, സൂചനകൾ വീണപൂവ് മുതൽ തെളിയുന്നുണ്ട് എന്നുകൂടി ഒരുപക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാനായിട്ട് കഴിയും. ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈ ചമച്ചതു നമ്മയെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ആധുനികമായ ഒരു വ്യക്തിബോധത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന ഒരു സൗന്ദര്യ സങ്കല്പത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ആ സൗന്ദര്യ സങ്കല്പത്തെ സാഹോദര്യം എന്ന ഒരാശയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്തുകൊണ്ട് കൂടിയാണ് വാസ്തവത്തിൽ വീണപൂവ് നമ്മുടെ കാവ്യചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറിയത് എന്ന് ഇപ്പോൾ നാം കൂടുതൽ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ സാഹോദര്യം എന്നത് പിന്നീട് നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിലെയും രാഷ്ട്രീയ ചരിത്രത്തിലെയും സുപ്രധാനമായ മൂല്യങ്ങളിലൊന്നായി തീർന്നു എന്ന് നമുക്കറിയാം. ഈ വീണപൂവിൽ നിന്ന് ആശാൻ സ്നേഹസങ്കല്പങ്ങളുടെ മറ്റൊരു പടവിലേക്ക് സഞ്ചരിക്കുന്നത് നളിനിയിലും ലീലയിലുമാണ്. മാഷിവിടെ പറയുകയുണ്ടായി, ലീലയിലെയോ നളിനിയിലെയോ സ്നേഹസങ്കല്പം ഒട്ടുമേ സ്വാഭാവികമല്ല. ലീലാകാവ്യത്തിന്റെ ആമുഖത്തിൽ ആശാൻ എഴുതിയത് നളിനിയിലെ സ്നേഹഭാവന ലൗകിക രീത്യ അത്രയൊന്നും സാധുവല്ലാത്തത് കൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു കാവ്യം എഴുതുന്നത് എന്ന കാര്യം ആശാൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ കാവ്യത്തിലെ പ്രമേയമാകട്ടെ അതിനേക്കാൾ സാധുവല്ലാത്ത, ലൗകിക രീത്യ ഒട്ടും തന്നെ സാധുവല്ലാത്ത ഒന്നാണ്. ബാല്യകാലത്തെ കളിക്കൂട്ടുകാരായ ലീലയും മദനനും. ലീല വിവാഹിതയായി തീരുന്നു, ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്നു, ഭർത്താവ് മരിക്കുന്നു, ലീല മടങ്ങി വരുന്നു, അച്ഛനും അമ്മയും മരിച്ചതായിട്ട് മനസ്സിലാക്കുന്നു, തൻ്റെ കളിക്കൂട്ടുകാരനെ തേടി കാട്ടിലേക്ക് പോകുന്നു. മദൻ, ഉന്മാദിയായ മദനനെ അവിടെ കാണുന്നു. ആ മദനെ കണ്ടതിന് മദനൻ ലീലയെ കാണുന്നതിന് പിന്നാലെ ദേവാനദിയിൽ ചാടി മരിക്കുന്നു. ലീല പിന്നാലെയും ചാടി മരിക്കുന്നു. ആരും തോഴി ഉലകിൽ മറയുന്നില്ല എന്ന അവസാനത്തെ ശ്ലോകവും വരുന്നു. അങ്ങനെ ഒരു പ്രണയ കൽപ്പന ഒട്ടുമേ സാധ്യമല്ല. മാരാർ അതിൻ്റെ പ്രമേയപരമായ വൈരുദ്ധ്യത്തിൽ ചെന്ന് തൊട്ടിട്ടാണ് ഈ ഭർത്താവിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന ആശയം ലീലയെ മുൻനിർത്തി പറയാൻ ശ്രമിച്ചത്. അത് വാസ്തവത്തിൽ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കാവ്യത്തിന്റെ ഒരു അടിസ്ഥാന പ്രശ്നമേ അല്ല. വള്ളത്തോളാണ് അങ്ങനെ ഒരു പ്രമേയത്തിലെ വൈരുദ്ധ്യം അല്ലെങ്കിൽ പ്രമേയപരമായ ഭദ്രതയില്ലായ്മ ലീലാകാവ്യത്തിനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയത്. വാസ്തവത്തിൽ ലീലാകാവ്യത്തെ സംബന്ധിച്ച ഒരു പ്രധാന പ്രശ്നമേ അല്ല ആ ഭർത്താവ് മരിച്ചോ ഇല്ലയോ, അതെങ്ങനെയാണ് മരിച്ചത് എന്നതൊന്നും. മറിച്ച് ലീലാകാവ്യത്തിലും അല്ലെങ്കിൽ മുമ്പുള്ള നളിനിയിലും ആശാൻ സ്നേഹം എന്ന് പറയുന്നതിനെ വാസ്തവത്തിൽ നമ്മുടെ സാമൂഹികമായ ക്രമങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരതീത മൂല്യമായി വികസിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഒരുപക്ഷെ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആശാൻ അവിടെ പല രൂപത്തിൽ ഈ സ്നേഹത്തിന്റെ മഹിമയെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു സ്ഥലത്ത് എഴുതുന്നത് നളിനിയും ദിവാകരനും തമ്മിൽ അടുത്തെത്തുന്ന സന്ദർഭത്തിൽ ആശാൻ എഴുതുന്ന ഒരു ശ്ലോകം, കണ്ടതില്ലവർ പരസ്പരം മരം കൊണ്ടു നേർവഴി മറഞ്ഞിരിക്കയാൽ രണ്ടുപേരും അകതാരിലാർന്നിതുൽക്കണ്ഠ കാൺക ഹഹ ബന്ധവൈഭവം എന്നാണ്. അങ്ങനെ തമ്മിൽ കണ്ടില്ലെങ്കിലും ഈ ബന്ധവൈഭവം പ്രവർത്തിക്കുന്നു എന്ന് ആശാൻ കരുതുകയും ഈ ബന്ധവൈഭവം അനുരാഗമെന്ന് ആശാൻ പിന്നീട് പല നിലയിൽ വിശേഷിപ്പിച്ച അത് രണ്ട് മനുഷ്യർക്കിടയിലുള്ള അന്യോന്യ ആകർഷണത്തിന്റെ കഥയല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ജാതാനുരാഗം ഒരുവന്റെ മിഴിയിൽ മാത്രം തെളിയുന്ന വിശേഷ ഭംഗി, ആ ജാതാനുരാഗം ഒരുവന്റെ മിഴിക്ക് കാരണമായ ആന്തരികമായ അനന്യതയുള്ള ഒരു വ്യക്തി അതേപോലെ അനന്യതയുള്ള മറ്റൊരു വ്യക്തിയുമായി പുലർത്തുന്ന അത്രമേൽ അനന്യമായ ഒരു ബന്ധത്തെ, അതിൻ്റെ അനുഭവ മൂല്യത്തെയാണ് അനുരാഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രൊഫസർ എം എൻ വിജയൻ ഒരിക്കൽ
മലയാളത്തിൽ അനുരാഗം കണ്ടുപിടിച്ച ഒരാൾ കുമാരനാശാനാണ് എന്ന് പറയുന്നത്. ലീലാകാവ്യത്തിന്റെ തുടക്കം പ്രണയപരവശയെ ശുഭം എന്ന് പറഞ്ഞാൽ, പ്രണയപരവശ എന്ന് ആശാൻ എഴുതുന്ന കാലത്ത് കേരളത്തിൽ പ്രണയം എന്ന വാക്ക് അങ്ങനെ വേരുപിടിക്കുകയോ പ്രണയാനുഭൂതിയുടെ ഒരു ലോകം കേരളത്തിൽ പ്രബലമാവുകയോ ചെയ്തിട്ടില്ല. ഉയർന്നു വരുന്ന പുതിയൊരു മനുഷ്യാനുഭവത്തിൻ്റെയും മാനുഷികമായ പുതിയൊരു കർത്തൃത്വത്തിൻ്റെയും അതിനിടയിൽ വികസിക്കാവുന്ന അനുഭൂതിയുടെ പുതിയൊരു മണ്ഡലത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് പ്രണയം എന്ന വാക്ക് നമ്മുടെ കാവ്യചരിത്രത്തിൽ, അനുഭവ ചരിത്രത്തിൽ നിലനിൽക്കുന്നത്. അതിനെ ആശാൻ പിന്നീട് ഈ അതീതമായൊരു മൂല്യത്തിലേക്ക്, ഒരുപക്ഷെ ഒരു അതീത മൂല്യം എന്ന് തോന്നാവുന്ന നിലയിലേക്ക് അനുരാഗത്തെ ഉയർത്തുകയും, ഈ അനുരാഗം ഒരധ്യാത്മത്തിന്റെ തലത്തിലാണോ അതിഭൗതികതയുടെ തലത്തിലാണോ എന്ന് തോന്നിപ്പിക്കാവുന്ന ധാരാളം വിശേഷണങ്ങൾ അതിന് നൽകുകയും ചെയ്യുന്നുണ്ട്. ആശാന്റെ പ്രസിദ്ധമായ വിശേഷണങ്ങളിൽ ഒന്ന് മാംസനിബദ്ധമല്ല രാഗം എന്നാണ്. അനുരാഗം മാംസബദ്ധമല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആശാൻ അനുരാഗം മാംസബദ്ധമല്ലാതെ പോയത് എന്നതിന് അക്കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉത്തരങ്ങളിലൊന്ന് ഗുരുവിൻ്റെ വലിയ ഒരു സ്വാധീനത്തിലും ഗുരുവിൻ്റെ ശിഷ്യൻ എന്ന പദവിയിലുമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ശരീരബദ്ധമായ രാഗത്തിൽ നിന്ന് അതിനപ്പുറത്തുള്ള ആത്മീയമായ ഒരു മൂല്യത്തിലേക്ക് ആശാൻ അനുരാഗത്തെ പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നതാണ്. ഒരുപക്ഷെ അതുണ്ടാവാം, അതില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. മാഷയുടെ നേരത്തെ വിശദീകരിച്ചതുപോലെ ആശാന്റെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയ ചൈതന്യ രൂപമായി ഗുരു എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു തെറ്റായ നിരീക്ഷണമല്ല. പക്ഷേ ആശാന്റെ അനുരാഗ ഭാവന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ഉപേക്ഷിക്കുന്ന, ലോകത്തെ കൈയൊഴിയുന്ന അധ്യാത്മത്തിൽ നിന്ന് ലോകാനുരാഗത്തിലേക്ക് മടങ്ങി വരുന്ന ഒന്നായിരിക്കെ എന്തുകൊണ്ടാണ് ആശാന്റെ അനുരാഗ കൽപ്പന ശരീരത്തെ ഉപേക്ഷിക്കുന്നത് എന്ന ചോദ്യം മറ്റൊരു നിലയിൽ നമുക്ക് അഭിസംബോധന ചെയ്യാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. വാസ്തവത്തിൽ അങ്ങനെ നോക്കാൻ തുടങ്ങിയാൽ അത് ഇതിനെ സംബന്ധിച്ച് മാത്രമല്ല, ശരീരത്തെ സംബന്ധിച്ച് മാത്രമല്ല, ലീലയിലെയും നളിനിയിലെയും ഒക്കെ പ്രണയം നോക്കിയാൽ, കരുണയിലെ പ്രണയം നോക്കിയാൽ, ചണ്ടാലഭിക്ഷുകിയിലെയും ദുരവസ്ഥയിലെയും ഒക്കെ പ്രണയം നോക്കിയാൽ സ്വാഭാവികമെന്ന് വിളിക്കാവുന്ന അനുഭവ പരിസരങ്ങളിലോ സ്ഥലങ്ങളിലോ ബന്ധരൂപങ്ങളിലോ ഒന്നുമല്ല ഈ അനുരാഗ കൽപ്പനകൾ ആവിഷ്കൃതമായിട്ടുള്ളത്, അരങ്ങേറുന്നത് എന്ന് കാണാൻ കഴിയും. നല്ല ഹൈമവത ഭൂവിലാകാം, രേവാനദിയുടെ തീരത്താവാം, ചുടലപ്പറമ്പിലാകാം, കലാപത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ഒളിയിടത്തിലാകാം, അല്ലെങ്കിൽ ബുദ്ധന്റെ ആശ്രമത്തിലാകാം. ഇവിടെയൊക്കെയാണ് അനുരാഗത്തിന്റെ ഒരു പ്രവൃത്തി മണ്ഡലം ആശാൻ കൽപ്പന ചെയ്യുന്നത്. ആശാന്റെ അനുരാഗത്തിന്റെ സ്ഥലം ഒട്ടുമേ സ്വാഭാവികമല്ല എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടകങ്ങളിലല്ല, നാട്ടടവഴികളിലല്ല, കൊട്ടാരങ്ങളിലോ മണിമന്ദിരങ്ങളിലോ ഒന്നുമല്ല ആശാന്റെ അനുരാഗം അരങ്ങേറുന്നത് എന്ന് പറയാം. ഇങ്ങനെ സ്ഥലം കൊണ്ടും അനുരാഗത്തെക്കുറിച്ചുള്ള സവിശേഷമായ ഈ ശരീരബദ്ധമല്ലാത്ത രാഗം എന്ന കൽപ്പന കൊണ്ടും ആശാന്റെ അനുരാഗം വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാവും എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അത് ഞാനായി പറയുന്നതല്ല, ധാരാളം ആശാൻ കവിതയെക്കുറിച്ച് പഠിച്ച ആളുകൾ വളരെ മുമ്പേ സൂചിപ്പിച്ചൊരാശയം, അത് വളരെ സൂക്ഷ്മതയുള്ളൊരാശയമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. അത് ഈ ശരീരത്തെ കേന്ദ്രമാക്കുന്ന ഒരു അനുരാഗ കൽപ്പനയ്ക്ക് പ്രവർത്തനക്ഷമത കൈവന്നാൽ മലയാളിയുടെ ശരീരം ജാതി ശരീരങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നിട്ടില്ലാത്ത, അഥവാ ജാതി ശരീരങ്ങളിൽ നിന്ന് മനുഷ്യ ശരീരത്തിലേക്ക്, ജാതി ശരീരങ്ങളിൽ നിന്ന് പൗരശരീരത്തിലേക്ക് മനുഷ്യാനുഭവങ്ങൾ പരിണമിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് അനുരാഗത്തെ ശ്രേണീബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ആദർശസ്ഥാനമായി കണ്ട ഒരു കവിക്ക് അനുരാഗത്തെ ശരീരത്തിലേക്കോ അനുരാഗത്തെ ഔപചാരികമായ സ്ഥലങ്ങളിലേക്കോ കൊണ്ടുവരിക സാധ്യമല്ല എന്നും കാണാം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ എന്ന ചോദ്യത്തിന്റെ തുടർച്ച ഒരുപക്ഷെ നളിനിയിലും ലീലയിലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുക.
ഈ സാഹോദര്യത്തെ അസാധ്യമാക്കുന്ന ജാതി ശ്രേണികളുടെ തട്ടുതിരിഞ്ഞ ജീവിതാവസ്ഥകളുടെ ഒരു വലിയ പ്രതലം അന്ന് കേരളീയ ജീവിതത്തിൽ പ്രബലമായിട്ടുണ്ട്. ഈ തട്ടുതിരിയലിനെതിരെയുള്ള മാനുഷികമായ ഏകതയുടെ ഒരു ആദർശ സ്ഥാനമായിട്ടാണ് ആശാൻ അനുരാഗത്തെ കാണുന്നത്. അതുകൊണ്ട് അത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്വാഭാവികമോ അല്ലെങ്കിൽ ലൗകികമോ ആയ ബന്ധം എന്നതിനപ്പുറം രണ്ട് വ്യക്തികൾക്കിടയിൽ രൂപപ്പെടാവുന്ന ആദർശാത്മകമായ ഒരു മൂല്യം എന്ന നിലയിലാണ് ആശാൻ ഭാവന ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെ സ്നേഹം എന്നതിനെ അതിതീവ്രമായ പ്രണയാനുഭവമാക്കി ഉയർത്തുകയും ആ പ്രണയാനുഭവത്തെ സാമൂഹിക ശ്രേണികളെയും സാമൂഹ്യമായ അസമത്വങ്ങളെയും മറികടന്നു പോകുന്ന ഒരാദർശ സ്ഥാനം എന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടാണ് ലൗകിക രീത്യാ സാധുവല്ലാത്ത സ്നേഹസങ്കല്പങ്ങളെ ആശാൻ ലീലയിലും അതുപോലെ നളിനിയിലും ആവിഷ്കരിക്കുന്നത്. ഒരിടത്തല്ല പലയിടങ്ങളിൽ ആശാൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയുമിവ മനസ്സുമാർ മനസ്സൊഴിവതശക്യമൊരാളിലൂന്നിയാൽ. ഒഴുകുന്ന പുഴയെ വഴിതിരിച്ചു വിടാം, ഒരു മരത്തിൽ പടർന്നു കയറിയ വള്ളിപ്പടർപ്പിനെ മറ്റൊന്നിൽ മാറ്റി പടർത്താം, ഇതൊക്കെ കഴിയുന്നതാണ്. എന്നാൽ പ്രണയബദ്ധമായ ഒരു മനസ്സിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുക സാധ്യമല്ല എന്നിങ്ങനെ അനുരാഗത്തിന്റെ പരമമായ ദാർഢ്യത്തെ, ഏത് സാമൂഹികമായ അസമത്വത്തെയും ഏത് സാമൂഹികമായ ശ്രേണീബന്ധങ്ങളെയും മറികടന്നു പോകാനുള്ള സ്നേഹത്തിന്റെ അദൃശ്യമായ ശക്തിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരർത്ഥത്തിൽ നളിനിയെക്കുറിച്ചും ലീലയെക്കുറിച്ചും ആശാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ലീലാകാവ്യത്തിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ അതിലെ ഗംഭീരമായ ഒരു പരിസമാപ്തി ശ്ലോകം, ആരും തൊഴി ഉലകിൽ മറയുന്നില്ല, മാംസം വെടിഞ്ഞാൽ തീരുന്നില്ലീ പ്രണയജടിലം ദേഹിതൻ ദേഹബന്ധം എന്ന് പറഞ്ഞു തുടങ്ങുകയും, പ്രണയജടിലം ദേഹിതൻ ദേഹബന്ധം എന്നത് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിശദീകരണങ്ങളിൽ ഒന്നായിട്ട് മാറിത്തീരുകയും ചെയ്യുന്നു. ആത്മാവിന്റെ അനശ്വരത എന്നത് അത് സ്നേഹനിർഭരമായിരിക്കുന്നു എന്നതിലാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ അത് മോക്ഷത്തിലേക്കുള്ള അതിഭൗതികമായ ഒരു മോക്ഷാനുഭവത്തിന്റെ ബ്രഹ്മചൈതന്യത്തിന്റെ ഒരു ഭാഗികാംശമായിരിക്കുന്നു എന്നതിലല്ല പ്രണയജടിലം എന്നതാണ്, പ്രണയനിർഭരമായി തീരുന്നു എന്നതാണ്. ഒരുപക്ഷെ ഇങ്ങനെ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾക്കപ്പുറത്തേക്ക്, നമ്മുടെ അക്കാലത്തെ വർത്തമാനത്തിന്റെ തട്ടുതിരിവുകൾക്കപ്പുറത്തേക്ക്, ശ്രേണി വ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് ഒരു ആദർശ സ്ഥാനം, ആശാന്റെ ഉട്ടോപ്യ എന്ന് വേണമെങ്കിൽ പറയാം, ഈ ആദർശ സ്ഥാനമായി അതിൻ്റെ ഒരു വിമർശന മൂല്യം കൂടിയായി ആശാൻ അനുരാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് യുവജന ഹൃദയം സ്വതന്ത്രമാണ് എന്ന് എഴുതുകയും തങ്ങളുടെ അഭിലാഷ സിദ്ധിക്കായി അനുരാഗികൾ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പരകോടിയിലേക്ക് സഞ്ചരിക്കുമെന്നും, പക്ഷെ അപ്പോഴും അനുരാഗമെന്നത് അത്രയൊന്നും പ്രാപ്യമല്ലാത്തൊരനുഭവമായി ബാക്കി നിൽക്കുന്നു എന്നും ആശാൻ എഴുതുന്നുണ്ട്. അറിവിൽ അനുരാഗമേറയാൾ അറിവോർ തെറ്റിടും ഒക്കെ ഒക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാ സഖി ഭാഗ്യശാലികൾ എന്ന് ആശാൻ എഴുതുന്നുണ്ട്. ഇങ്ങനെ അനുരാഗം എന്നതിനെ ഞാൻ പറഞ്ഞു വരുന്നൊരാശയം നളിനിയിലും ലീലയിലും ഒക്കെ തെളിയുന്ന സ്നേഹസങ്കല്പം മാഷൂടെ പറയുണ്ടായി. നളിനിക്ക് ആശാൻ കൊടുത്ത ഒരു ഉപശീർഷകം ഒരു സ്നേഹം എന്നാണ്. സവിശേഷമായ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്, സാമാന്യമായ സ്നേഹത്തെക്കുറിച്ചല്ല. ആ സവിശേഷമായ ഒരു സ്നേഹമായിരിക്കുന്നത് നമ്മുടെ സാമൂഹിക ക്രമങ്ങൾക്ക് കുറുകെ നീങ്ങാനുള്ള ഈ സ്നേഹത്തിൻ്റെ, അതിൻ്റെ ആദർശാത്മക മൂല്യത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്, ആവിഷ്കാരം എന്ന നിലയിലാണെന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ ആലോചിക്കാൻ കഴിയും. ഇത് ആശാൻ മുമ്പോട്ട് വച്ച ഒരുപക്ഷെ വീണപൂവിൽ തുടങ്ങുകയും മരണത്തിനു മുമ്പ് ദുരവസ്ഥയിലും ചണ്ടാല ഭിക്ഷുകിയിലും കരുണയിലും മറ്റൊരു പ്രതലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത
ആശാന്റെ വിപുലമായ സാമൂഹ്യ ദർശനത്തിന്റെ കാവ്യാത്മകമായ ഒരു തുടർച്ച തന്നെയാണ്. നമ്മുടെ കാവ്യവിചാരത്തിൽ വന്നുപെട്ട ഒരു തരക്കേടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആശാന്റെ ലീലയും നളിനിയും പോലുള്ള കാവ്യങ്ങളെ പ്രണയകാവ്യങ്ങളായി കാണുകയും ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷുകിയും പോലുള്ള രചനകളെ സാമൂഹിക രചനകളായി വേർതിരിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു വിചാര രീതിക്ക് ആശാൻ കവിതയെക്കുറിച്ചുള്ള ആലോചനകളിൽ നല്ല വേരോട്ടമുണ്ട് എന്നതാണ്. വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ ഒരു പരാധീനത, ഈ പ്രണയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചരിത്രപരമായി രൂപപ്പെട്ടതും സാമൂഹിക ബന്ധങ്ങൾ കൂടിക്കലർന്ന് നിൽക്കുന്നതുമായ ഒരനുഭവ മൂല്യം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ നാം പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നതാണ്. ആശാന്റെ കവിതകളിൽ എന്തുകൊണ്ട് അക്കാലത്തെ ഒരു കവിയിലും തെളിഞ്ഞു കാണാൻ പറ്റാത്ത മട്ടിൽ അനുരാഗത്തിന്റെ ഈ ലോകം അലയലയായി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാലോചിച്ചാൽ, ഈ അനുരാഗം കേവലമായ രണ്ട് വ്യക്തികൾക്കിടയിലെ സ്നേഹബന്ധങ്ങൾക്കപ്പുറം സാമൂഹികമായ ഒരു പുതിയ മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സാമൂഹിക മൂല്യമാണ് ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ എന്ന് വീണഭൂവിൽ ചോദിച്ചു തുടങ്ങുന്നത്. അത് ആശാന്റെ കവിതയിൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക ദർശനത്തിന്റെ വിശാല ചക്രവാളത്തിൽ നവോത്ഥാനത്തിന്റെ വിശാലമായ ഒരു ഭൂമികയിൽ അന്ന് പല രൂപത്തിൽ അത് ഉയർന്നു വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്രം ഗവാം യഥ എന്ന് പറയുന്നത് പോലെയോ, ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലതിൽ എന്ന് പറയുന്നത് പോലെയോ, പുണർന്നു പെറുന്നതെല്ലാം ഒരു ഇനമാം എന്ന് പറയുന്നത് പോലെയോ ഉള്ള ഒരു വലിയ സമത്വ സങ്കല്പത്തെ ഇന്ത്യ സഹസ്രാബ്ദങ്ങളായി നിലനിർത്തിപ്പോന്ന ശ്രേണീകൃതമായ അസമത്വത്തിനെതിരെ ഇന്ത്യയിൽ രൂപപ്പെട്ട ഏറ്റവും വലിയ സമഭാവനാ സങ്കല്പമായ സാഹോദര്യത്തെ ഇങ്ങനെ സവിശേഷമായൊരു മൂല്യമായി പ്രകാശിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ആശാന്റെ സ്നേഹസങ്കല്പം പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ആശാൻ കവിതയിലെ പ്രണയം എന്നതിനെ കേവലമായ ഔപചാരികമായ ഒരു അർത്ഥത്തിനപ്പുറത്തേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇതിൻ്റെ കൂടുതൽ തീവ്രമായ തുടർച്ച ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സീത പോലെ ഒരു കൃതിയിലുണ്ട്. സീതാകാവ്യത്തിലാണ് ആശാൻ തൻ്റെ കാവ്യജീവിതത്തിൽ ഹൈന്ദവമായ ഒരു പാരമ്പര്യത്തിലേക്ക് മടങ്ങി വന്നത്, ഒരേ ഒരു തവണ മടങ്ങി വന്നത് എന്ന് നമുക്കറിയാം. മറ്റെല്ലായിടത്തും ആശാൻ ഒന്നുകിൽ സ്വതന്ത്ര സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ബൗദ്ധ പാരമ്പര്യത്തിൽ നിന്നോ പാശ്ചാത്യ കാവ്യ സങ്കല്പങ്ങളിൽ നിന്നോ ഒക്കെ സ്വീകരിച്ച ആശയങ്ങൾ ഇവയൊക്കെ മുൻനിർത്തി സംസാരിക്കുകയാണ് പൊതുവിൽ ചെയ്തത്. ചിന്താവിഷ്ടയായ സീതയിലാണ് ആശാൻ രാമായണത്തിലേക്ക് മടങ്ങി വന്നത്, ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യത്തിലേക്ക് മടങ്ങി വന്നത്. അങ്ങനെ മടങ്ങി വന്ന് ആശാൻ ആ പാരമ്പര്യത്തിനകത്ത് കയറി അതിൻ്റെ മൂല്യവ്യവസ്ഥക്കെതിരെയുള്ള വലിയൊരു കലാപത്തിന് വഴിയൊരുക്കുക കൂടിയാണ് ചെയ്തത്. ആ കലാപത്തിൻ്റെ വഴി ആശാൻ അനുരാഗത്തെയും അതുപോലെ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥയെയും കുറിച്ചുള്ള വലിയ പുനരാലോചനകളിലൂടെയാണ് നിർവഹിച്ചത് എന്നും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. എന്തായിരുന്നു ആശാന്റെ ഈ കാവ്യ വിപ്ലവത്തിൽ ചിന്താവിഷ്ടയായ സീതയ്ക്കുള്ള സ്ഥാനം എന്നത് നാം ആലോചിക്കേണ്ടതാണ്. അക്കാലത്ത് കേരളത്തിലെ കവികളിൽ ഒരാളായിരുന്ന പള്ളത്തുരാമൻ രാമായണത്തിലെ ബ്രാഹ്മണിക മൂല്യങ്ങൾക്കെതിരെ രാവണായനം എന്ന ഒരു കാവ്യം എഴുതാനായിട്ട് തീരുമാനിക്കുകയും രാവണനെ കേന്ദ്രമാക്കി രാമന്റെ മൂല്യവ്യവസ്ഥയെ, ബ്രാഹ്മണ്യത്തിന്റെ മൂല്യവ്യവസ്ഥയെ വിമർശിക്കുകയും ചെയ്യാം എന്നൊരാശയം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കേസരി അന്ന് പത്രാധിപരാണ്, കേസരി പത്രമുള്ള കാലമാണ്. ഇതേക്കുറിച്ച് തൻ്റെ പത്രത്തിലെ മുഖപ്രസംഗങ്ങളിൽ ഒന്നിൽ കേസരി എഴുതുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഈ രാവണായനം എന്ന കൃതിയുടെ സാധ്യതയെക്കുറിച്ച് കേസരി വിശദമായിട്ട് എഴുതുകയും രാവണനെ ഒരു കേന്ദ്ര കഥാപാത്രമായി സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ നിന്നല്ല രാവണനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ സ്വീകരിക്കാം, ജൈന പാരമ്പര്യത്തിലെ രാവണ സങ്കല്പത്തിന്റെ സവിശേഷത എന്താണ് എന്നൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
എങ്കിലും ഈ കേസരി മുഖപ്രസംഗത്തില് ഇങ്ങനെ ഒരു കാവ്യം എഴുതുന്നതിന്റെ സാധ്യതയെ പ്രശംസാപൂർവം പറഞ്ഞതിന് ശേഷം കേസരി എഴുതുന്ന ഒരു വാക്യം, പക്ഷെ രാവണായനം എഴുതിക്കൊണ്ട് മിസ്റ്റർ പള്ളത്ത് രാമൻ സാധിക്കാനിരിക്കുന്ന വിപ്ലവത്തിന്റെ പല മടങ്ങ് വിപ്ലവം രാമായണം വീണ്ടും എഴുതിക്കൊണ്ട് മിസ്റ്റർ കുമാരനാശാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നാം കാണണം എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആശാനെ പോലെ ആൾക്ക് രാമായണത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു എന്നതിന് കേസരി